നിപ്പ വൈറസ് കേസുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്തതോടെ ഏറെ ആശങ്കയിലാണ് പട്ടാമ്പിക്കാർ. ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരങ്ങളിൽ പതിറ്റാണ്ടുകളായി തമ്പടിച്ച വവ്വാലുകളാണ് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നത്. പാലക്കാട് പട്ടാമ്പിയിലാണ് വവ്വാലുകളുടെ ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരങ്ങളിലാണ് കഴിഞ്ഞ 30 വർഷമായി ഇവ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നത്. വവ്വാലുകളുടെ എണ്ണം പെരുകി വന്നതോടെ വലിയ ആശങ്കയിലും ദുരിതത്തിലുമാണ് നാട്ടുകാർ. ഈ വവ്വാലിനെ ഒഴിവാക്കാനുള്ള നടപടി ഗവൺമെന്റ് നോക്കണം. എന്നാലേ ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സമ്മതമായി. ഇവിടെ ഓട്ടോറിക്ഷക്കാർ 140 വണ്ടികളുണ്ട്. അവരുടെ വരവും പോക്കും പല ആൾക്കാരും ഇവിടെ വണ്ടികൾ കൊടുത്ത് പാർക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ശല്യമായി കൊണ്ടിരിക്കുകയാണ്. തണൽ മരങ്ങളിൽ 100 കണക്കിന് വവ്വാലുകളാണ് തൂങ്ങിയാടുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവ പറന്നു നടക്കും. നിപ്പ വൈറസ് അടക്കമുള്ള രോഗങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ഈ വവ്വാലിൽ നിന്നാണ് ഈ നിപ്പ വൈറസൊക്കെ രൂപപ്പെട്ടതെന്ന് നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെയധികം ബാധിക്കുക നമ്മുടെ ഈ പ്രദേശത്താണ്. ഏറ്റവും കൂടുതൽ 10-30 കൊല്ലമായിട്ട് ഈ മരത്തുമ്മ വവ്വാലുകൾ തൂങ്ങിക്കിടന്ന് ആളുകൾക്ക് ശല്യം മാത്രമല്ല വലിയ വലിയ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനുദിനം വന്നു പോകുന്നത്. വവ്വാൽ കാഷ്ടം നിറഞ്ഞ് പരിസരമാകെ ദുർഗന്ധം വമിക്കുന്നതിനാൽ യാത്രക്കാരും ദുരിതത്തിലാണ്. വവ്വാലുകളെ തുരത്താൻ പല വഴികളും നോക്കിയിട്ടും രക്ഷയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മരത്തിൻ്റെ മുകളിൽ ഒരുപാട് കാലമായി അത് കൂട് കയറ്റിയിട്ട് അവിടെ തൂങ്ങിക്കിടക്കൽ തുടങ്ങിയിട്ട്. അത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ താഴത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അത് കാഷ്ടട്ടിട്ടും അങ്ങനെ വൃത്തികേടാക്കുന്ന ഒരു സമീപനപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ മുറിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോൾ ഈ പക്ഷികളും അതുപോലെ തന്നെ ഇതൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് ഈ പരിസ്ഥിതിവാദികളുടെ ഒരു അഭിപ്രായം. നഗരസഭയിലും വനം വകുപ്പിലും പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 പട്ടാമ്പി.